വെൽക്കം ടു കിഡ്സ് ബി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. എന്നാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം PN പണിക്കർ. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? ഉത്തരം 1996 ജൂൺ 19. PN പണിക്കർ ജനിച്ചത് എന്ന്? ഉത്തരം 1909 മാർച്ച് 1. PN പണിക്കർ അന്തരിച്ചത് എന്ന്? ഉത്തരം 1995 ജൂൺ 19. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം പിതാവ് ഗോവിന്ദൻ പിള്ള, മാതാവ് ജാനകി അമ്മ. കേരളത്തിലെ ആദ്യ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല. PN പണിക്കർ സ്വന്തം നാടായ നീലം പേരൂരിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? ഉത്തരം 2004 ജൂൺ 19. കേരള ഗ്രന്ഥശാലാ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 14. ലോക പുസ്തക ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 23. കേരളത്തിന്റെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം കോട്ടയം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശൂർ. ദേശീയ ലൈബ്രറിയൻ ദിനം എന്ന്? ഉത്തരം ഓഗസ്റ്റ് 12. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം കുന്തലത. കുന്തലത എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഉത്തരം O. ചന്തുമേനോൻ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആര്? ഇതിന്റെ ഉത്തരം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.